ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുഗുണൻ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബെഡ്റൂം ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മൾ ബെഡ്റൂം കടന്നു വരുന്ന വഴി. ആൻഡ് ഇവിടെ നമ്മൾ ആ ഒരു ചെറിയ കട്ടിങ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു ലെഡ്ജ് കൊടുത്തു. അപ്പോൾ ഒരു സ്പേസ് നമ്മൾ വേസ്റ്റ് ആക്കിയില്ല. ഈ ലെഡ്ജ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ എന്തെങ്കിലും കീ ചെയിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു വോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മിറർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. ഇവിടെ നമ്മളൊരു ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ബാംബൂ ചാർക്കോൾ പാനലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണെങ്കിലും ഒരു സിൽവർ ഗ്രേ തീമിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് വോളിക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഈ ഒരു ബെഡ്റൂം മൊത്തത്തിൽ നമ്മളൊരു ഗ്രേ ആൻഡ് വുഡ് തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രേയും ലൈറ്റർ വുഡ് ഷെയ്ഡുമാണ് ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷട്ടേഴ്സ് ഒക്കെ ഒരു ലൈറ്റർ ഷെയ്ഡുള്ള വുഡാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമുക്ക് ഡാർക്ക് ഗ്രേ ആണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിലൊക്കെ ബ്ലാക്ക് കളറാണ്, മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്ക് സ്റ്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മൾ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫുൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വോളിന്ന് നേരെ താഴെ വരെ ആയിട്ടുള്ള ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. മിററിന്റെ ബാക്കിൽ ഇത് നമുക്ക് കാണുന്ന വുഡൻ ഫിനിഷ് എന്ന് പറയുന്നത് വാൾപേപ്പർ ആണ്. ആൻഡ് ഇതിനാണെങ്കിലും ഈ മിററിനാണെങ്കിലും നമ്മൾ ബാക്ക് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം ഡ്രസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഈ മിററിൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വിൻഡോ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ WPC പാനൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പെയിന്റ് ഫിനിഷ് ആക്കിയിട്ടാണ് ഈ ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുള്ളത്. റോമൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഇത് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ബ്രഷ് ഫിനിഷ് ആയിട്ടുള്ള ഒരു പെയിന്റിങ്ങിലാണ് ഈ രണ്ട് ചെറിയ ഒരു പെയിന്റിങ്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, രണ്ട് സൈഡ് ടേബിളും വരുന്നുണ്ട്, ഒരു ബെഡ് കോട്ടും വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ബെഡ് കോട്ടിന്റെ ബാക്ക് സൈഡ്. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ WPC പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഫ്ലൂട്ടഡ് പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ട് ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ മ്യൂസിക്കിന്റെ ചെറിയ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ് കോട്ട് ആണെങ്കിലും എല്ലാം ഈ ബെഡ്റൂമിൽ ഒരു ഗ്രേ ആൻഡ് ലൈറ്റ് വുഡൻ ഷെയ്ഡിലാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് സൈഡ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലോറിൽ നിന്നുള്ള സൈഡ് ടേബിൾ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള സൈഡ് ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ലൈറ്റ് ഫിക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊസിഷൻ എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം. അപ്പൊ നമ്മൾ ഈ ബെഡിലൊക്കെ ഇരുന്ന് വായിക്കുന്നവരാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ബുക്കിലേക്ക് തന്നെ ലൈറ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു ഫിക്സ്ചർ മാറ്റാൻ പറ്റുന്നതാണ്. എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റിംഗ് ചെയ്യാം. ഇതിന്റെ ആംഗിളും നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് ഉള്ളത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഈ ബെഡ്റൂം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.